അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇത് CMSൻ്റെ മുറ്റാണ്. തൃശ്ശൂർ പൂരത്തിന് ഒരുപാട് കാര്യങ്ങൾ CMSൻ്റെ മണ്ണിൽ നടക്കാറുണ്ട്. അതുപോലെ നല്ലൊരു വിശേഷമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്താണെന്നല്ലേ, ഒരുപാട് കഴിവുള്ള പല ആൾക്കാരെയും പ്രൊഡക്റ്റ് ചെയ്തത് ഈ മണ്ണിലാണ്. ഇതുപോലത്തെ ഒരു മണ്ണിൽ നിന്ന് മുളച്ചു വന്നൊരു വിത്താണ് ഇന്ന് തൃശ്ശൂർ പൂരത്തിന് ആവേശം കൂട്ടാൻ വേണ്ടിയിട്ട് മേളപ്രമാണിയായിട്ടുള്ളത്. ആരാന്നല്ലേ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്രമാണി മേളത്തിൻ്റെ കാര്യത്തിൽ സംഭവം ഇവ മുത്താണ്. ഇവിടുത്തെ ഓരോ ചുവരിനും അവൻ്റെ താളം അറിയാം. കാരണം എന്താണല്ലേ, നമ്മുടെ ക്ലാസ്സിൽ വെറുതെ ഇരിക്കുമ്പോൾ ബെഞ്ചുമ്പോൾ കൊട്ടണ ശീലം ഇവൻ അന്നുണ്ട്. ഇവൻ കൊട്ടും നമ്മളാടും, ഇവൻ കൊട്ടും നമ്മളാടും. പക്ഷേ ഇന്ന് ഇവൻ കൊട്ടുമ്പോൾ ഇന്ന് ആട് മുഴുവൻ ആടാൻ പോവാണ്. അപ്പോൾ നമുക്കങ്ങനെ കാണാം അല്ലേ. ഇതാണ് എൻ്റെ കൂട്ടുകാരൻ, കൂടെ പഠിച്ച നിതിൻ മംഗലത്ത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവനോട് ചോദിക്കാം അല്ലേ. അപ്പോൾ നിധിയെ, കഴിഞ്ഞ ഒരുപാട് വർഷത്തെ കഥകൾ ഈ ചുവരിനോട് നിനക്ക് പറയാനുണ്ടാവും. എങ്ങനെയാണ് നിൻ്റെ മേളത്തിൻ്റെ ആ ഒരു ആവേശം? മേളത്തിൻ്റെ ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ നമുക്ക് ജീവിതം തന്നെയായിരുന്നു മേളം എന്നൊക്കെ പറയും. പിന്നീട് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് വളരെ ഒരു വഴിത്തിരിവ് തന്നെയായിരുന്നു. നമ്മളൊരു കല പഠിച്ച് നമുക്കത് ഏറ്റവും അവതരിപ്പിക്കാനായിട്ട് മത്സര രൂപത്തിലായാലും ഏത് രീതിയിലായാലും ഇന്ന് CMS ആയിരുന്നു നമുക്ക് അവസരം തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ വീട് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് നമുക്ക് CMS എന്ന് പറയുമ്പോൾ വീട് പോലെ തന്നെയാണ്. കാരണം ഇവിടെയുള്ള എല്ലാ അധ്യാപകരും ഒരുപോലെ തന്നെ നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ നമുക്ക് മത്സരങ്ങൾ വരുമ്പോഴായാലും നമ്മളെ നല്ല രീതിയിൽ തന്നെ പരിഗണിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. നമ്മളതിന് നമ്മുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ നല്ല രീതിയിലുള്ള മത്സരങ്ങളൊക്കെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ കലോത്സവ വേദിയിൽ മെഡലുകളൊക്കെ വാരിക്കൂട്ടുന്ന കാര്യത്തിൽ നിൻ്റെ ഒരു ആവേശം, ആ ഒരു ഓർമ്മ എന്തെങ്കിലും ഓർമ്മയുണ്ടാവുമോ പറയാൻ? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു ദൈവഗുരുത്വം തന്നെ പറയണം, ദൈവത്തിൻ്റെ അനുഗ്രഹം. പിന്നെ നമ്മുടെ അധ്യാപകരും ഗുരുനാഥന്മാരും എല്ലാവരെയും അനുഗ്രഹം തന്നെ അതിനെ പറയണം. പിന്നെ നമ്മളിവിടെ വന്നു ഒരു 9ാം ക്ലാസ് മുതൽ കലോത്സവത്തിൽ, സബ് ജില്ലാ കലോത്സവങ്ങളായാലും എല്ലാത്തിലും നമുക്ക് മേളത്തിലായാലും തായമ്പികയിലായാലും സമ്മാനങ്ങൾ A ഗ്രേഡുകളും എല്ലാം കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാനും സന്തോഷവാനാണ്. സ്കൂളിനെ സംബന്ധിച്ചോളം അധ്യാപകർ ഇന്നും അത് പറയാറുണ്ട്. പല അധ്യാപകരും നമ്മളോട് വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ അതിനെപ്പറ്റിയാണ് സംസാരിക്കാറ്, പഴയ ഓർമ്മകളും കാര്യങ്ങളൊക്കെ. ഒരുപാട് ഓർമ്മകളുടെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു ഓർമ്മയുണ്ട്. ഈ സംഭവം ഇവിടുത്തെ പല മാഷന്മാരെയും ഓർമ്മയിലുണ്ടോയെന്നറിയില്ല, പക്ഷേ ഇത് ഉറപ്പായിട്ടും ഓർത്തിരിക്കണ ഒരാളുണ്ടാവും, നമ്മുടെ ഗോപിനാഥ മാഷ്. അതെന്താന്ന് ഇവൻ തന്നെ പറയും. എന്താണ് സംഭവം അത്? അതിനെപ്പറ്റി പറയുമ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സബ് ജില്ലാ കലോത്സവത്തിൽ മേളത്തിലും തായമ്പയിലും ഫസ്റ്റ് പ്രൈസ് തന്നെ 2017 16 അതെ. അപ്പോൾ നമ്മളെ SLC പരീക്ഷയുടെ തിരക്കിൻ്റെ ഇടയിലും അതിൻ്റെ പഠനത്തിൻ്റെ ഇടയിലും സബ് ജില്ലാ കലോത്സവത്തിൽ നമുക്ക് ഫസ്റ്റ് കിട്ടാൻ ഇടയുണ്ടായി. അപ്പോൾ അത് കിട്ടിയിട്ട് അപ്പോൾ CMSനെ സംബന്ധിച്ചോളം ഈ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറമണി അതൊരു പ്രത്യേക ദിവസം വെക്കാറുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ദിവസം അടിച്ചു പൊളിച്ച് വെക്കാറുണ്ട്. അതെ. അപ്പോൾ അത്യാവശ്യം ആൾക്കാരുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാണ് എല്ലാ കുട്ടികൾക്കും സമ്മാനം നൽകാറ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രോത്സാഹനം CMS സ്കൂളിൽ നിന്ന് മുന്നിൽ തന്നെയായിരുന്നു. അപ്പോൾ അത് കൊടുക്കുന്ന ഇടയിൽ ഗോപിനാഥ മാഷാണ്. ഗോപിനാഥ മാഷ് എന്താ പറയുക, എനിക്ക് ആ സർട്ടിഫിക്കറ്റ് തന്ന് മെഡല് തന്നു കഴിഞ്ഞിട്ട് അന്ന് ഗോപിനാഥ മാഷ് പറയാനൊരു ഈ പേര് അത് CMSൻ്റെ ഓരോരുത്തരുടെ മനസ്സിലും പെട്ടെന്ന് കത്തും. കാരണം ഗോപിനാഥ മാഷ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് മറന്നു കളയാൻ പറ്റുന്ന ഒരാളല്ല. ആളുടെ ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഓർമ്മ എന്ന് ഇവൻ തന്നെ ബാക്കി പറയൂ കേട്ടോ. അപ്പോൾ അന്ന് ഈ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറമണിയുടെ ഇടയിൽ എനിക്ക് സർട്ടിഫിക്കറ്റ് തരാനും മെഡൽ തരാനും സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഗോപിനാഥ മാഷ് എന്നെ അസംബ്ലിയുടെ മുന്നിൽ വെച്ച് നിർത്തിയിട്ട് പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു. അപ്പോൾ എലഞ്ഞിത്രമേളം പ്രമാണിയായിരുന്ന സാക്ഷാൽ പെരുവന്നംകുട്ടന്മാരർ. അപ്പോൾ ഒരു 5 വർഷത്തിന് ശേഷം 5-6 വർഷത്തിന് ശേഷം അദ്ദേഹത്തെ പോലെ തന്നെ ഒരു തൃശ്ശൂർ പൂരം പ്രമാണി ആയി തീരുമെന്ന് തീർച്ച എന്ന് അന്ന് ഗോപിനാഥ മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാഷ് ഇത് കാണോ ഇല്ലെന്നറിയില്ല, എന്നാലും മാഷിൻ്റെ നാവ് ഇതേ പൊന്നാവാണ്. മൂപ്പര് എന്നുവെച്ചാൽ നമ്മുടെ നിതിൻ പ്രമാണി തന്നെയാണ്. തൃശ്ശൂരിൻ്റെ മണ്ണിൽ തൃശ്ശൂർക്കാരെ എല്ലാവരെയും ആവേശം കൊള്ളിക്കാൻ അവൻ മേളം കൂട്ടുണ്ട്. അപ്പോൾ മാഷിൻ്റെ ആ നാവിൻ്റെ ആ ഒരു ഗുരുത്വവും സ്നേഹവും ആ ഒരു അനുഗ്രഹവും അതെന്നും ഇവനോട് കൂടി ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് പൂരത്തിൻ്റെ ആവേശങ്ങളൊക്കെ ഇനിയും കാണാം. ടാറ്റ.